മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ വിജയുമായി ബന്ധപ്പെട്ട് ഇ.ഡി. ഒരു സമൻസ് അയച്ചു എന്ന് മനോരമയാണ് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം അത് ലാവ്ലിൻ കേസിലെ സമൻസ് ആണെന്ന് പറയുന്നു. പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നു, എന്റെ മക്കൾ എനിക്ക് ഇതുവരെ ദുഷ്പേര് കേൾപ്പിച്ചിട്ടില്ല, ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും എന്റെ മകൻ അറിയില്ല. അങ്ങനെയുള്ള എന്റെ മകനെ നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? നിങ്ങൾ ഇതിനു മുന്നേയും എന്നെ ഇങ്ങനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ ശാന്തനായല്ലേ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൂർണ്ണമായ ഒരു ശാന്തനായ, നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. പിണറായി അടവ് മാറ്റി പയറ്റാൻ തുടങ്ങിയോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട്? അതായത് മകളുടെയും മകളെയും ചരിത്രം പുറത്തു വരാൻ തുടങ്ങി. ഇത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മകന്റെ കാര്യവും മകളുടെ കാര്യവും. മകൾ ആരാ സാധനം നമുക്കറിയാൻ പാടില്ലേ? കൊള്ളയടിക്കില്ലേ അവള് ജോലി? ഇതെല്ലാം പുറത്തു വരികയാണ്, ഇനിയും പുറത്തു വരും. അത് SFIയുടെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പൊ അതിന്റെ വിശദാംശത്തേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ഇത് ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് പത്രസമ്മേളനം നടത്തി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതായത് പിണറായി വിജയൻ ദുബായിക്ക് പോകുന്നു. പിണറായി വിജയൻ ദുബായി പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം മെസ്സേജ് വരികയാണ്. സ്വപ്ന സുരേഷ് അവിടുത്തെ അറ്റാച്ച് ആയിട്ടിരിക്കുമ്പോൾ അയാളുടെ അസിസ്റ്റന്റ് അവിടെ നമ്മുടെ പ്രസ് സെക്രട്ടറി ഉണ്ട്. എന്താണെന്നറിയാം, ഒരു 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 ലഗേജ് വരും, അത് നേരെ സൗദിയിലേക്ക് അയക്കണം എന്നാണ് വന്ന മെസ്സേജ്. മുഖ്യമന്ത്രിയാണ്. അപ്പം VIP ചാനലിലൂടെ അങ്ങ് പോകും, ആരും നോക്കുകയില്ല. പക്ഷേ സ്വപ്ന സുരേഷ് അന്നേരം ചിന്തിച്ചു. കാരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ പോയപ്പം ഇതുപോലൊരു ലഗേജ് കൊണ്ടുപോയി. ആ ലഗേജ് നോക്കിയാൽ മുഴുവൻ ഡോളറാണ്. എന്തിനാ ഇതിന് മാത്രം ഡോളറുകൾ കൊണ്ടുപോയി സംശയിച്ചു. അതുകൊണ്ട് ഈ ലഗേജ് വന്നപ്പോൾ നോക്കി, തിരിച്ചു വന്ന ലഗേജ് നോക്കിയപ്പോൾ സ്വർണ്ണമാണ്. അത് മുഴുവൻ സ്വപ്ന സുരേഷ് കണ്ടതാണ്. ഈ കാര്യം ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ എതിർക്കാൻ പറ്റില്ല. ഇതെവിടെ നിന്ന് വന്നു എന്ന് പറയണ്ടേ? പിണറായിയുടെ മകളുടെ ജോലി എന്താ? മകളും ഇത് തന്നെ, മകനും ഇത് കൊള്ളക്കാരായി മാറിയിരിക്കുക. മകള് കാണിക്കാത്ത വൃത്തികേടുകളില്ലല്ലോ. അപ്പൊ മകന് കെട്ടിച്ചു കൊടുത്തോടുകൂടി കെട്ടിച്ചു കൊടുത്തോടുകൂടി എല്ലാം തീർന്നു പോയി ശരിയാവുമോ? മകൻ ദുബായിലാണ്, ആരും അറിയാതെ കൊള്ളയടിക്കുന്നുണ്ട്. പൂച്ച പാല് കുടിക്കുന്നത് കണ്ണടച്ചല്ലേ പൂച്ച പാല് കുടിക്കുന്നത്. അപ്പൊ പൂച്ചയുടെ വിചാരം ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായിയുടെ മകനും കൊള്ളയടിക്കുക, മോഷ്ടിക്കുക, പിടിച്ചു പറിക്കുക. അത് ആരും കാണുന്നില്ലെന്നാണ് വിചാരം. പിണറായി വിജയൻ എത്ര നുണ പറഞ്ഞാലും ആരെല്ലാം നുണ പറഞ്ഞാലും ഈ സത്യങ്ങളൊക്കെ തെളിയാതിരിക്കാൻ പറ്റില്ല. SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി CBI അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഴൽനാടൻ MLA ചാക്കിട്ട് പിണറായി വിളിച്ച് കേസ് കൊടുപ്പിക്കുന്നുണ്ട്. പിണറായിയുടെ ആളാ കുഴൽനാടെന്ന എന്റെ അഭിപ്രായം. അല്ല പിന്നെ ഇങ്ങനെ വൃത്തിയുടെ കേസ് കൊണ്ട് കൊടുക്കുമോ? SFI അന്വേഷിച്ച് തെളിവ് കണ്ടെത്തി നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാൻ വേണ്ടി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ കാര്യം? ഈ മൂവാറ്റുപുഴ MLAക്ക് അയാൾ പിണറായി വിജയന്റെ ആളാണെന്നുള്ളത് എനിക്ക് ഒരു സംശയമില്ല. അയാളുടെ നടപടി തെറ്റായിപ്പോയി എന്നതിന്റെ അഭിപ്രായം. അയാളെ അറിയില്ലായ്മ ചെയ്തതാണെങ്കിൽ ക്ഷമ പറഞ്ഞ് പിന്മാറണം. SFIയുടെ അന്വേഷണം മുന്നോട്ട് പോട്ടെ. പിണറായി വിജയന്റെ മകനും ഒക്കെ ജയിലിൽ പോകുന്നതാണുള്ള അവസരം നമുക്കുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ, ഈ കഴിഞ്ഞ ദിവസം എം എ ബേബി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്, അത്തരമൊരു നോട്ടീസ് വന്നിട്ടുണ്ട്, ആ നോട്ടീസിൽ കഴമ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാകാം അത് പിന്നീട് പുറത്ത് വരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM അനുകൂലമായ ഒരു നിലപാട് എം എ ബേബി എടുത്തു. എം എ ബേബി CPM ആണ്, തീർച്ചയായിട്ടും അത്തരമൊരു നിലപാട് സ്വീകരിക്കും. പക്ഷേ ഈ വാർത്ത തിരിഞ്ഞു വന്നപ്പോ ലാവ്ലിൻ കേസിലാണ് മകന് സമൻസ് അയച്ചത് എന്ന് വന്നപ്പോ അങ്ങനെ ഒരു സമൻസ് കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരെണ്ണം വന്നിട്ടുമില്ല എന്ന് ഉടനെ മറുകണ്ഠം ചാടി പറയുകയും ചെയ്തു. അപ്പോ വന്നു എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന്, പ്രത്യേകിച്ച് എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അദ്ദേഹം വട്ടപൂജ്യമാണ്. പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഇല്ല എന്നാണ് പാർട്ടി അണികൾ അടക്കം പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ പാർട്ടി അണികൾ പോലും പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? മക്കളെ കാക്കാനായിട്ട്, മക്കളെ രക്ഷിക്കാനായിട്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്നില്ല. അവരെല്ലാം മനപ്രയാസോട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു മാരണത്തെ പിടിച്ച് നിലയിലാക്കിയില്ല എന്നുള്ള മനപ്രയാസവും ദുഃഖത്തിലുമാണ്. CPMൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുകയില്ല, എല്ലാം BJPയിലേക്ക് വരികയാണ്. ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക അവരെ. പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ വളരെ ആദർശത്തിലുള്ള മാന്യന്മാരാണ്. ഈ പിണറായി വിജയനെ പോലെ കൊള്ളക്കാരല്ല. പിണറായി വിജയനെ കൊള്ളയടി കണ്ട് മടുത്തിട്ടാണ് സഖാക്കന്മാരെല്ലാം ഇപ്പൊ CPMൽ നിന്ന് പിന്മാറുന്നത്. ഇന്ന് ലോകത്ത് തന്നെ കമ്മ്യൂണിസം അവസാനിച്ചു. ഇന്ത്യയിൽ കമ്മ്യൂണിസം ഉള്ളത് ആകപ്പാടെ ഇവിടെയാ. ബംഗാളിലൊക്കെ തീർന്നു പോയില്ലേ? ആകെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ MAB കുറ്റം പറഞ്ഞ കാര്യമുണ്ട്. MAB പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് പറയാൻ പറ്റില്ല.
അയാളെ പിണറായി വിജയന്റെ ശമ്പളത്തിൽ അവിടെ ഡൽഹി പോയി കിടക്കുന്നത്. എന്നാലും അയാൾ അറിയാതെ സത്യം പറഞ്ഞുപോയി. SFI നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിച്ചല്ലോ. അപ്പൊ പിണറായി വിജയൻ പിറ്റേ ദിവസം MAVയെ തിരുത്തി, പിണറായി അന്നേരം MAVയും തിരുത്തി. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഇത്തരം ഒരു കേസ്, ഇത്തരം ഒരു വിഷയം മനോരമ കൊണ്ടുവരുമ്പോൾ അതിൽ പിന്നെ കഴമ്പില്ല എങ്കിൽ അതൊരു അസത്യമായ വാർത്തയാണ്, സമൻസ് വന്നിട്ടില്ല, ആരുടെ കയ്യിൽ കൊടുത്തു എന്നൊക്കെയാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ വിവേക് കിരൺ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകന് ദുബായ് ബാങ്കിൽ ജോലി ചെയ്യുന്ന, അവിടെ ഒരു ഹോട്ടൽ നടത്തണം, 5 സ്റ്റാർ ഹോട്ടൽ നടത്തണം എന്നൊക്കെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള വിവേക് കിരൺ വിജയ്ക്ക് മനോരമയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തൂടെ? എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വളരെ കൂളായി ചിരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇത്തരം ഒരു നടപടി സ്വീകരിക്കുക? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ് ഇല്ലാത്ത ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. ഞാൻ പറയട്ടെ, മാനമുള്ളതല്ലേ മാനനഷ്ട കേസ് കൊടുക്കുന്നത്? പിണറായിക്കും മകനും എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും? പിണറായിയുടെ മകൻ അതിന് ഉത്തരവാദിയാണെന്ന് അറിയത്തില്ലാത്ത ആരാണ്? ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ SFI അന്വേഷണം നടക്കാൻ പറയട്ടെ. പിണറായി വിജയന്റെ മകനും ജയിലിൽ പോവും, പിണറായിയും പോവും, പിണറായിയുടെ മകളും. നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചില സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവിടുത്തെ കേരളത്തിലെ BJPക്കാർ ദുഃഖത്തിലുമാണ്. അവിടെ പോയി നമ്മുടെ നരേന്ദ്രമോദിയെയും അതുപോലെ ആളുകളെയൊക്കെ കണ്ട് കരച്ചിലും വെള്ളയായിട്ട് നടക്കുക. മോദിജിയെ കണ്ട് ഈയിടെ വലിയ സമ്മാനമൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോ വിദേശത്ത് പോകാനുള്ള അനുവാദം നിഷേധിച്ചതാണ്. അത് ആ പിണറായി പോയി കണ്ട് മോദിജിയുടെ അനുവാദത്തോടെയാണ് ഇപ്പോൾ പോകാൻ അനുവാദം അങ്ങനെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ചില ദിവസങ്ങളിലായിട്ട് ഇറങ്ങി പോകാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. വിദേശത്ത് അനധികൃതമായി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന പണം 1600 കോടി രൂപയുടെ സ്വത്താണ് പറയുന്നത്. ഇത് മുഴുവൻ പരിസരയുടെ കണക്ക് നോക്കാൻ പോകുന്ന പിണറായി. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിയും. ഒരു സംശയം വേണ്ട, ഇക്കാര്യം തർക്കവും വേണ്ട. ഇതാ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ BJP CPM-നെ സഹായിക്കുന്നു, പിണറായി വിജയനെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ, നിഷ്പക്ഷരായ കുറെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുൻപേ പിണറായിയുടെ മകൾ ഈ മാസപ്പടി കേസിൽ അകത്തു പോവേണ്ടതല്ലേ, ഈ പിണറായി വിജയന്റെ തന്നെ പല കേസുകളും അഴിമതി കേസുകളൊക്കെ. അപ്പോൾ ഇത്തരത്തിലൊരു രഹസ്യ ബാന്ധവം BJP CPM അന്തർധാരയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പ്രസക്തി ഇല്ല. പക്ഷെ കേട്ടാൽ കുറ്റം പറയാൻ പറ്റുകയില്ല. എന്താണെന്നറിയാവോ? ആര് നോക്കിയാൽ ഇത്രയും വലിയ തെളിവുകൾ ഇട്ടിട്ട് എന്തുകൊണ്ട് ഈ പിണറായിയുടെ മകനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പം BJP എന്തോ ഗൂഢാലോചന ഉണ്ട്, ഇല്ലെങ്കിൽ ഇതിന് അകത്ത് പോയേനെ എന്ന ചിന്തയാണ് അവരെയൊക്കെ നയിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, BJPയുടെ പ്രവർത്തകരോ BJPയുടെ അനുഭാവികളോ നേതാക്കന്മാരോ ഒരിക്കലും പിണറായി വിജയന്റെ ഈ കൊള്ളത്തരത്തിന് കൂട്ടല്ല. ഒരിക്കലും മോഷണത്തെ കൂട്ടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാളുടെ നിലനിൽപ്പിനെ പറ്റി അയാൾ പ്രധാനമന്ത്രിയൊക്കെ നുണ പറയുമ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടി വരും. യാതൊരു സംശയമില്ല. അധികം താമസിച്ചെല്ലാം എവിടെ നിന്ന് കമ്മ്യൂണിസം തീർന്നില്ലേ? എവിടെ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എല്ലായിടത്തും പിരിഞ്ഞു ഓടുകല്ലേ മനുഷ്യൻ. ആ നിലയായിട്ടുണ്ട്. അപ്പൊ ശബരിമല ഒന്ന് ആലോചിച്ച്, ശബരിമലയുള്ള എത്ര കോടി രൂപയുടെ സ്വർണമാണ് വാസവന്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചത്? വാസവൻ നാണയ കേസ് കൊടുക്കട്ടെ, ഞാൻ കേസ് നടത്തിക്കോളാം. വാസവ ഉത്തരവാദിത്വം പറയുന്നത്. വാസവ മാത്രമല്ല, ഈ ദേവസ്വത്തിന്റെ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായിരുന്നു. എല്ലാവരും അനുഭവിക്കണം. പിണറായിക്ക് പങ്കില്ലേ? 30 കിലോയിൽ കൂടുതൽ സ്വർണം കൊണ്ടുപോയി ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്യാൻ കേട്ടത്. അതിന്റെ കണക്കെടുത്തോണ്ടിരിക്കുക. ഞാൻ അതിന് താമസിക്കാതെ പുറത്ത് പറയാം. ഒരു സംശയം വേണ്ട, കൊള്ള സംഘത്തിന്റെ കയ്യിലാണ് കാരണം. ഇപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ശരി, വളരെ നന്ദി.